Hi, this is me, Harris from ZodEDU. Welcome to Zod Online English Training Program. What do you do? Today we're going to learn how to talk about your profession in a simple English. So if you would like to watch more videos, please subscribe our channel and enable the bell button. So let's get started. Hi, I'm an English trainer. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ടോക്ക് അബൌട്ട് അവർ പ്രൊഫഷൻ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രൊഫഷൻ പറയാം. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ഫോമാണ് ബി ഫോം അല്ലേ. ബിയുടെ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്ന ഫോംസ് ആണ് ആം, ഈസ്, ആർ. ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ആം, ഈസ്, ആർ ഉപയോഗിക്കുന്നത്. ശേഷം എയോ ഏനോ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രൊഫഷൻ പറയാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആം, ഈസ്, ആർ സെന്റൻസിൽ വരുന്നത് നോക്കാം. നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ ആം ആണ് ചേർക്കാറുള്ളത്. ഐ ആം. യുവിൻ്റെ കൂടെ ആർ ചേർത്തിട്ട് പറയുന്നു. ഹീൻ്റെ കൂടെ ഈസ് ചേർത്തിട്ട് പറയുന്നു. ഷീൻ്റെ കൂടെ ഈസ് ചേർത്തിട്ട് പറയുന്നു. ഇനി മറ്റൊരാളുടെ പേര് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈസ് ചേർത്തിട്ട് തന്നെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടോം ഈസ്, സാലി ഈസ്. അപ്പോൾ മറ്റു വ്യക്തികളുടെ പേര് ചേർക്കുമ്പോഴും നമ്മൾ ഈസ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. സോ ഇനി നമ്മൾ സിംഗുലർ ഫോം ഉപയോഗിക്കുമ്പോൾ, അതായത് ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എയും ഏനും ചേർക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ആൻ ഉപയോഗിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? എൻ എന്നുള്ളത് നമ്മളൊരു വവൽ സൗണ്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആൻ ആക്ടർ, ആൻ എൻജിനീയർ. എന്നാൽ ഒരു കോൺസണന്റ് സൗണ്ടിന് മുൻപായിട്ട് നമ്മൾ എ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. എ ഡെന്റിസ്റ്റ്, എ ടീച്ചർ. Now let's look at some examples. I am an English trainer. ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറാണ്. You are a student. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. He is a doctor. അവനൊരു ഡോക്ടറാണ്. She is an actress. അവളൊരു ആക്ട്രസ് ആണ്. Tom is an engineer. ടോം ഒരു എൻജിനീയർ ആണ്. സാലി ഈസ് എ സിംഗർ. സാലി ഒരു സിംഗറാണ്. എന്നാൽ നമ്മൾ പ്ലൂറൽ ഫോംസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എയോ ഏനോ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരിക്കലും യു ആർ എ സ്റ്റുഡൻസ് എന്ന് പറയാറില്ല. യു ആർ സ്റ്റുഡൻസ്. ദേ ആർ ആൻ ആക്ടേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദേ ആർ ആക്ടേഴ്സ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്ലൂറൽ ഉപയോഗിക്കില്ല. Let's look at some examples. We are English trainers. You are students. We are English trainers. ഞങ്ങൾ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ആണ്, അങ്ങനെയും പറയാം. You are students. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. They are doctors. അവർ ഡോക്ടേഴ്സ് ആണ്. ബോബ് ആൻഡ് ജെനി ആർ ഡാൻസേഴ്സ്. ബോബും ജെനിയും ഡാൻസേഴ്സ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് അടുത്ത വീഡിയോ പുതിയ കണ്ടന്റുമായിട്ട് വരാനുള്ള ഒരു മോട്ടിവേഷനാണ്. സോ till then, goodbye. For more updates, youtube.com/ZodEDU.